നിങ്ങളോട് തന്നെ പറയാറുണ്ടോ ഞാൻ ഇതിന് അർഹയല്ല, അല്ലെങ്കിൽ എനിക്ക് ഇതിനുള്ള കഴിവൊന്നുമില്ല, ഇതൊക്കെ എനിക്ക് നടക്കുമോ എന്നൊക്കെ? എനിക്ക് ഈ വീഡിയോ നിങ്ങൾക്കുള്ള വീഡിയോ ആണ്, അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. നമ്മൾ സ്ത്രീകൾ ദിവസവും എത്ര റോൾസാണ് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലേ? അമ്മയാണ്, വൈഫാണ്, മകളാണ്, ഫ്രണ്ടാണ്, ജോലിക്കാരിയാണ്, എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്യും. പക്ഷെ നമ്മുടെ സ്വന്തം കാര്യം വന്നു കഴിയുമ്പോൾ സെൽഫിഷ് ആണോ എന്നൊക്കെ ഓർത്തിട്ട് അതൊക്കെ വേണ്ടാന്ന് വെക്കും. എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്, ഫിനാൻഷ്യലി ബെറ്റർ ആവണം, കോൺഫിഡൻ്റ് ആവണം, ലൈഫ് ഒന്ന് ബിൽഡ് ചെയ്യണം എന്നൊക്കെ. പക്ഷെ നമ്മുടെ ഉള്ളിലിരുന്ന് ആരോ പറയും നിനക്കതിനുള്ള വേർത്തുണ്ടോ എന്ന്. ഞാൻ കംപ്ലീറ്റ്ലി അങ്ങനെ ഒരാളായിരുന്നു. അപ്പം ഞാൻ റിയലൈസ് ചെയ്തു എൻ്റെ പ്രശ്നം പണമോ ഓപ്പർച്യൂണിറ്റീസോ സ്കില്ലോ ഒന്നുമല്ല, എൻ്റെ ഉള്ളിലെ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളാണ്. സ്ട്രഗിൾ ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ വിശ്വാസങ്ങളായിരുന്നു. അതുപോലെ തന്നെ എന്തൊരു ഓപ്പർച്യൂണിറ്റി വന്നാലും ഞാൻ സ്റ്റെപ്പ് ബാക്ക് ചെയ്യും. എന്നെക്കൊണ്ട് അത് കഴിയുമോ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കില്ലായിരുന്നു, എന്നെക്കൊണ്ട് അത് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കാനായിരുന്നു. അങ്ങനെ ആ ചിന്ത എൻ്റെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും അഫക്റ്റ് ചെയ്തു, എല്ലാ തീരുമാനങ്ങളിലും അഫക്റ്റ് ചെയ്തു. അപ്പം ഞാൻ തന്നെ റിയലൈസ് ചെയ്ത് ഞാൻ തന്നെ തീരുമാനിച്ചു ഈ ചിന്ത മാറ്റണം. എൻ്റെ ഉള്ളിലെ എന്നെ തന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് 3 കാര്യങ്ങളാട്ടോ ചെയ്തത്. ഒന്ന്, ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു ഞാൻ ഇനഫാണ്, ഞാൻ വേർത്തിയാണ്, ഞാൻ ഡിസേർവ് ചെയ്യുന്നു എന്നൊക്കെ. ആദ്യമൊക്കെ ഇത് പറയുമ്പോൾ എനിക്ക് തന്നെ എന്തോ ഒരു ഫീലിംഗ് ആയിരുന്നു. പക്ഷെ ഞാൻ അത് കണ്ടിന്യൂ ചെയ്തു. രണ്ടാമതായിട്ട് ഞാൻ എൻ്റെ ഡ്രീംസ് ഞാൻ ഉറക്കെ പറയാനായിട്ട് തുടങ്ങി. ഞാൻ ഫിനാൻഷ്യലി ബെറ്റർ ആണ്, ഞാൻ എൻ്റെ ലൈഫ് ബിൽഡ് ചെയ്യുന്നു, അങ്ങനെ എൻ്റെ ഓരോ ലക്ഷ്യങ്ങളും ഞാൻ ഉറക്കെ പറയാനായിട്ട് ശ്രമിച്ചു. മൂന്നാമതായിട്ട് ഞാൻ ആക്ഷൻ എടുത്തു. അതായത് ഞാൻ കോൺഫിഡൻ്റ് ആവുന്നതിന് മുന്നേ ഞാൻ ആക്ഷൻ എടുത്തു. അതായത് ഞാൻ തിരിച്ചറിഞ്ഞു ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല, അതിന് ശേഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണെന്ന്. നിങ്ങൾ ഇങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്ത് ലൈഫ് കഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണോ? പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾ ഒരിക്കലും ബ്രോക്കൺ അല്ല, നിങ്ങൾ എവിടെയോ ഒരു സ്കില്ല് മിസ്സായ ഒരു വ്യക്തിയാണ്. അതായത് നമ്മുടെ സെൽഫ് വർത്ത് ഫീൽ ചെയ്യുക എന്നുള്ളത് ഒരു സ്കില്ലാണ്. അത് എവിടെ വെച്ചൊക്കെയോ പലപ്പോഴും നമുക്കൊക്കെ മിസ്സാവാറുണ്ട്. പക്ഷെ അത് ലേൺ ചെയ്യാം, ബിൽഡ് ചെയ്യാം. അതിനായിട്ട് നമ്മളൊന്ന് ശ്രമിച്ചാൽ മാത്രം മതി. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്യുന്നുണ്ട്. നമ്പർ അല്ല, വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക്. ഫലപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.